ചേട്ടാ ഇവിടെ നിന്ന് എന്ത് ചെയ്യോ? വാ അകത്തേക്ക് പോ. അത് അമൂല്യ, സിദ്ധാർത്ഥും അമൂല്യ. ചേട്ടാ എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. ശരി അകത്തേക്ക് വാ. ഇറ്റ്സ് ഓക്കെ, ഞാനിവിടെ നിന്നോളാം. എന്താ ചേട്ടാ ഇത്? ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഒരു റീസന്റെ ആവശ്യമില്ല. എങ്ങനെ നോക്കിയാലും ഇന്ന് നല്ല ദിവസമാ. വാ. അതൊന്നും സാരമില്ല മോളെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ വേദാന്ത്, നീ വീട്ടിലേക്ക് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അവരന്വേഷിച്ച് നടന്നൊരു വഴിയായി. ആരെയാ? That's good. എന്തെങ്കിലും പറഞ്ഞ് വിക്കിയെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ചത്. പക്ഷെ വേദാന്ത് തന്നെ കല്യാണം നടത്താമെന്നും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ എൻഗേജ്മെന്റ് എങ്ങനെയൊന്ന് മുടക്കുക? സുഹാസിനി, നീ എന്താ ആലോചിക്കുന്നത്? നിങ്ങളിങ്ങനെ സമാധാനത്തോടെ ചിപ്സും കഴിച്ചുകൊണ്ട് നടന്ന ഇവിടുത്തെ കാര്യങ്ങൾ ആരാ ചിന്തിക്കുക? ചിപ്സ് തിന്നുന്നതിന് ഇത്ര കഷ്ടപ്പാടെന്താ ഉള്ളത്? അതുമാത്രമല്ല, നീ വീടിനെ കുറിച്ച് ആലോചിച്ച് തല പോയ്ക്കുന്നുണ്ടല്ലോ. നിനക്ക് എന്തെങ്കിലും പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ നോക്കാൻ ഞാൻ വേണ്ടേ? ഞാൻ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾക്കൊരു തമാശയാണല്ലോ. വിക്കിയുടെയും വേദാന്തിന്റെയും കല്യാണം ഏകദേശം ശരിയായി വരുന്നു. ഇനിയിപ്പോ വേദാന്ത് കല്യാണത്തിന് സമ്മതിക്കാനും പോകുന്നു. ഇനി എന്തിനാ ടെൻഷൻ? എന്താ? വേദാന്ത് കല്യാണത്തിന് സമ്മതിക്കുമെന്നോ? അതെങ്ങനെ ഉറപ്പിക്കും? എനിക്ക് കോള് വന്നിരുന്നു. നിന്റെ മകൻ ഓഫീസിലില്ല, വീട്ടിലും വന്നിട്ടില്ല. അവനാണെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ഇവിടെ എങ്ങും ആരുമില്ല. പാർട്ടിക്കൊന്നും പോകുന്നവനല്ല, ഇന്ന് മീറ്റിംഗ് ഒന്നുമില്ല, ക്ലയൻസിനെയും കാണണ്ട. അപ്പൊ അവനെ കാണാനില്ല എന്ന് പറഞ്ഞാ പെണ്ണിനെ കാണാൻ പോയെന്നല്ലേ അതിന്റെ അർത്ഥം? അത് തരുണി, നിങ്ങളുടെ ഒപ്പം വന്ന ബന്ധുക്കാരെല്ലാം ഇവിടെ പോയി? അവരെയൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലം വളരെ ഫേമസ് ആണല്ലോ. എല്ലാരും അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അതെയോ? അതൊക്കെ ദർശനമൊക്കെ നടത്തിയിട്ട് വരട്ടെ. ഇവൻ എന്നെ നോക്കുന്ന നോട്ടം കണ്ടിട്ട് ഇപ്പൊ നടന്നൊക്കെ വിളിച്ചു പറയുവോ? ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഇരിക്കുന്നതല്ലേ വീട്ടിയേറ്റ്. ഞാനാണ് ഇവരെ വഴി തെറ്റിച്ച് വിട്ടതെന്ന് എല്ലാരും അറിഞ്ഞ എന്റെ മാനം പോവല്ലോ ദൈവമേ. അപ്പൊ താരണി, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ വഴി തെറ്റിയത്? ഞാൻ വേറെ കാറിലാ വന്നേ, അവൻ ഓഫീസിൽ നിന്നാ വന്നേ. അങ്ങനെ അവന് വഴി തെറ്റിപ്പോയി. ഇവർക്ക് സംസാരിക്കാൻ വേറെ കാര്യങ്ങളൊന്നുമില്ലേ? അവൻ ആദ്യം നേരെ വഴി തന്നെ വന്നേ. ആരോ അവനെ വഴി തെറ്റിച്ചു വിട്ടു. അയ്യോ, എന്തൊരു കാര്യമായി പോയി. വഴി ചോദിക്കുമ്പോ അറിയാന്നുണ്ടെങ്കിൽ മാത്രം കാണിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. എന്നാ തെറ്റായ വഴി പറഞ്ഞു കൊടുക്കണോ? അതങ്ങനെ കൊച്ച, ചിലര് മനഃപൂർവ്വം ആളുകൾ ഇങ്ങനെയൊക്കെ വഴിതെറ്റിച്ചു വിടാറുള്ളതൊക്കെ പതിവാ. ആ പയ്യൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. സിദ്ധാർത്ഥ്, നീ ശരിയായ സമയത്ത് തന്നെ വന്നു, ഇല്ലെങ്കിൽ വീണ്ടും വഴി തെറ്റി തന്നെ. താരണി, വേദാന്തിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ആദ്യയുടെ ചേട്ടനാണല്ലേ. മുൻപ് ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്, സിദ്ധാർത്ഥിന്റെ കല്യാണത്തിനും കണ്ടിട്ടുണ്ട്, പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല. ഇദ്ദേഹത്തിന്റെ അനിയനാണ് എന്റെ ആദ്യത്തെ മകളുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്.
നിശ്ചയത്തിന്റെ ഡേറ്റും തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അമൂല്യയുടെ കല്യാണക്കാരൻ ചിന്തിച്ചു തുടങ്ങി. നമസ്കാരം. പുറമേ നോക്കിയ വലിയ ബിസിനസ്മാൻ ബിൽഡപ്പ് ചെയ്യുന്നതാണെങ്കിലോ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ. നമസ്കാരം. അതെ, പയ്യനെ കണ്ടിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഏയ് ഒന്നും മിണ്ടാതിരിക്കും. ആ പിന്നെ താരുണി, അമൂല്യ ഇങ്ങോട്ട് വിളിക്കട്ടെ. എന്തായാലും രാഹുകാലത്തിന് മുൻപ് തന്നെ ഇവിടെ വന്ന് കേറിയത് സമാധാനമായി. ഇനി എന്തിനാ താമസം? അമൂല്യ വിളിക്കൂ. ആദ്യ പോയി അമ്മൂനെ വിളിച്ചോണ്ട് വാ. ചേട്ടന്റെ മനസ്സിൽ അമൂല്യം മാത്രമാണുള്ളതെന്ന് എനിക്കറിയാം. ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇവിടേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പാവം, ഞാൻ ഇനി എന്തൊക്കെ കാണുന്നു എന്തോ. ആദ്യ മോള് പോയി വിളിച്ചോണ്ട് വാ. ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ വന്ന കാര്യമൊന്നും നടന്നില്ല. ഇനി ഈ കോമാളിത്തരം മുഴുവൻ കാണണോ? ശരി, ഞാൻ പോയിട്ട് വരാം. സി യു സിദ്ധാർത്ഥ്. അല്ല, ഇത്ര നേരം ഇരുന്നിട്ട് ഇങ്ങനെ പോയാലെങ്ങനെയാ? ചടങ്ങ് കഴിഞ്ഞിട്ട് പോവാം. ഓ വേണ്ട, അത് വർക്കുണ്ട്. അല്ല, നമ്മളെല്ലാവരും ഒരു ഫാമിലി അല്ലേ? വർക്ക് നമുക്ക് നാളെയും ചെയ്യാലോ. നിക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇപ്പൊ പോയി കഴിഞ്ഞാ ഇവരെന്താ വിചാരിക്കുക? അമ്മു, മോള് പയ്യന് കോഫി കൊടുക്ക്. കോഫി എടുത്തോളൂ. എന്താ കോഫി എടുക്കാത്തത്? കോഫി എടുത്തോളൂ. അമ്മു, ഒന്ന് തലയുയർത്തി നോക്കിക്കേ. അയ്യോ,
ആരും പേടിക്കണ്ട, പെട്ടെന്ന് ബോസിനെ കണ്ടപ്പോ കോഫി തട്ടി താഴെ പോയതാ. ഈ അഹങ്കാരിക്കുരങ്ങനെ ഇന്നെന്താ ഇവിടെ കാര്യം? അമ്മു, നീ എന്തായി കാണിച്ചേ? എപ്പോഴും തല ഉയർത്തി നടക്കുന്ന നീ ഇന്നെന്തിനെങ്ങനെ തല താഴ്ത്തി നടക്കുന്നത്? നാണം വരുന്നുണ്ടോ? എത്ര പറന്നു നടന്നാലും ഇന്ന് മാത്രം സൈലന്റാ അല്ലേ ചേച്ചി? ആ അതിഥി വേദാന്തിന് ടവൽ എടുത്തു കൊടുക്കും. വേണ്ട, സാരമില്ല, ഞാൻ ബാത്റൂമിൽ പോയി വാഷ് ചെയ്തോളാം. അതിഥി ആ ബാത്റൂം ഒന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ എങ്ങനെയോ നല്ല കുട്ടിയെ പോലെ തലയും കുനിച്ച് നാണിച്ചൊക്കെ വന്നപ്പോ ഇവന്റെ ഈ മരമോന്ത കണ്ട് ഷോക്കായിട്ട് എല്ലാം നശിച്ചു പോയല്ലോ. അമ്മു, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എല്ലാവർക്കും നീ കോഫി എടുക്ക്. എന്താ പറ്റിയ നിനക്ക്? നീ ആരാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? വേദാന്താണ് നീ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. വേദാന്ത് മേനോൻ. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അല്ല, ഏതൊരു പെണ്ണിന്റെ വീട്ടിൽ വന്ന് അവളുടെ കല്യാണം മുടക്കാൻ നോക്കുന്നോ? നിന്റെ തലയ്ക്ക് എന്താ വല്ല അസുഖമുണ്ടോ? ഒരു കാര്യം അറിയോ? എന്റെ മകന്റെ ആദ്യത്തെ പെണ്ണ് കാണല ഇത്. ഇവൻ കുറച്ച് വർക്ക് ഹോളിക്കാണ്. സ്വത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. അച്ഛന്റെ അമ്മയുടെ ഒന്നും സ്വത്ത് ഉപയോഗിച്ച് ജീവിക്കാൻ അവന് ആഗ്രഹമില്ല. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ അവന് താല്പര്യം. നിങ്ങളുടെ മകളെ പോലെ ഇൻഡിപെൻഡന്റ് ആയിരിക്കാനാണ് അവനും ഇഷ്ടം. എനിക്കറിയാവുന്നവരൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ പഴയ ജീവിതം മറക്കുന്ന ആളുകളാ. എന്നാൽ അമൂല്യ കല്യാണം കഴിഞ്ഞതിന് ശേഷവും എല്ലാ ഉത്തരവാദിത്തങ്ങളും നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. സത്യത്തിൽ അമൂല്യ നിര ആരാ? അവള് കല്യാണം കഴിച്ച നിനക്കെന്താ പ്രശ്നം? അവളെ ജോലിന്ന് പറഞ്ഞു വിടാനല്ലേ നീ ഇത്ര നാളും കളിച്ചത്? എന്നിട്ടിപ്പോ അവളായിട്ട് തന്നെ ഒഴിഞ്ഞു പോവാൻ നിൽക്കുമ്പോ നീ എന്ത് മണ്ടത്തരം കാണിക്കുന്നേ? ഇത് സന്തോഷിക്കേണ്ട ദിവസമല്ലേ? നീ എന്തിനാ വെറുതെ തല പുണ്ണാക്കുന്നത്? എന്താണ് നിനക്ക് സംഭവിച്ചേ? അയ്യോ, പയ്യന് നമ്മുടെ അമൂല്യ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇനി ഇവള് സമ്മതിച്ച എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം. അമ്മൂനെ ഞാൻ നാത്തൂനാക്കാന്ന് വിചാരിച്ചപ്പോ ഇവിടെ എല്ലാവരും ഈ കാര്യം ഫിക്സ് ആക്കുന്ന തോന്നുന്നേ. ഈ ലൂസിന് ഈ ലെവലെ തലേ കെട്ടി വെക്കുന്നുണ്ടല്ലോ. കല്യാണം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതെന്തായാലും നടക്കട്ടെ. മൊത്തത്തിൽ വേദാന്തി ഇവളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ആദ്യം എന്തായാലും ചെറുക്കനും പെണ്ണും ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ കാര്യങ്ങള് ക്ലിയർ ആക്കണമല്ലോ. അത് ശരിയാ, അതൊരു നല്ല കാര്യം. ആർക്കും ഒരു സംശയം ഉണ്ടാവണ്ടല്ലോ. ആ അമൂല്യ, രണ്ടാളും പോയി സംസാരിച്ചിട്ട്. ചേട്ടന് മുകളിലല്ലേ ഉള്ളത്? ചേട്ടത്തി, റൗഡി ബേബി എങ്ങാനും കത്തിയോ കടാരയോ എടുക്കോ? എനിക്കും ആ സംശയം ഉണ്ടായിരുന്നടി. അവൾ ആ റൗഡിസൊക്കെ വിട്ട് ഇപ്പോഴാ ശരിക്കും പെണ്ണായത്. ഇന്നെന്തായാലും വേറെ പൊട്ടിത്തെറി ഉണ്ടാവാനൊന്നും ചാൻസ് ഇല്ല.
തനിക്കെന്നെ ഇഷ്ടപ്പെട്ടോ? ഞാൻ എപ്പോഴും ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നത്, എന്റെ അഭിപ്രായത്തില് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നത് തെറ്റാണ്. ഒരു വ്യക്തിയെ നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് ഒരു മിനിറ്റ് മതിയായിരിക്കും, ചിലപ്പോ ഒരു വർഷവും വേണ്ടി വന്നേക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാ, നമ്മൾ ആരെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാ. അതുകൊണ്ട് നമ്മള് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ എന്ത് ചെയ്താലും നമ്മൾ ആ പഴയ കാഴ്ചപ്പാടിലായിരിക്കും അയാളെ കാണുന്നത്. അതാണ് ഒരു സത്യം. എന്നാൽ നമ്മുടെ എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ ഒരു പ്രശ്നങ്ങളും തന്നെ ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാ, ഈ ലോകത്തിൽ ആരും പൂർണ്ണമായിട്ട് നല്ലവരല്ല, പൂർണ്ണമായിട്ടും മോശക്കാരും ഇല്ല. കറക്റ്റാ പറഞ്ഞത്. എന്റെ പോളിസി അത് തന്നെയാ. താൻ പറഞ്ഞ ഓരോ വാക്കും സത്യം തന്നെയാ. പക്ഷേ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞില്ല. അത് തന്നെ, ഇയാൾക്ക് എന്നെ ഇഷ്ടമായോന്ന്? എന്റെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ ഇഷ്ടമായി. എന്റെ അച്ഛനും അമ്മയും എന്റെ സന്തോഷത്തെ പറ്റിയും എന്റെ ഭാവിയെ പറ്റിയും ചിന്തിക്കാതെ ഒരു തീരുമാനങ്ങളും എടുക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതം. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഐ മീൻ എന്നെ പറ്റി എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. അല്ല, ഇവളെന്തിനാ ഇപ്പൊ ഈ കല്യാണം കഴിക്കുന്നേ? തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അവളെ ജനിച്ചപ്പോഴേ അങ്ങനെയല്ലേ? ഷീസ് ബ്രില്യന്റ്, ഹാർഡ് വർക്കിംഗ്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ പാടുണ്ടോ? അവളുടെ ഫ്യൂച്ചറിനെ പറ്റി അവൾക്ക് ഒരു ചിന്തയും ഇല്ല. കല്യാണം കഴിച്ച് പിള്ളേരെ ഉണ്ടാക്കി ഏതെങ്കിലും അടുക്കളയിൽ അങ്ങ് തീരും. ഇഡിയറ്റ്. ആ കഴുത കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആൻഡ് ബൈ ദ വേ, ഞാൻ എന്തിനാ ഡിസ്റ്റർബ് ആവുന്നേ? അവളെ കിട്ടുന്നതിന് എനിക്കെന്തിനാ ടെൻഷൻ? അവളിനി ഓഫീസിലേക്ക് വരില്ല എന്നുള്ള സങ്കടം കൊണ്ടാണോ? അതോ ഇനി അവള് വേറെ ആളെ കല്യാണം കഴിക്കാൻ പോകുന്നെന്നുള്ള ടെൻഷൻ കൊണ്ടാണോ? ഏയ് നോ. നമുക്ക് താഴേക്ക് പോവാം. അവിടെ എല്ലാരും നമ്മളെ നോക്കിയിരിക്കുക. അത് തന്നെ. അവൾ ആരെ വേണമെങ്കിലും കെട്ടിക്കോട്ടെ, എനിക്കിപ്പോ എന്താ? ഐ നീഡ് ടു കം ഡൗൺ. വേദാന്ത്, calm down. I need to calm down. അയ്യോ സൂക്ഷിച്ചു. താൻ പറഞ്ഞ ഓരോ വാക്കും സത്യം തന്നെയാ. ഇത് നോക്ക്. ഒരു മിനിറ്റ്, നിങ്ങൾ താഴേക്ക് പോക്കോ, ഞാൻ വന്നോളാം. വേദാന്ത്, അറിയോ? ഓക്കെ? എന്താ ഇതൊക്കെ? അതെടി, ഞാൻ തന്നെ ചെയ്തേ. നിനക്കെന്താ? നീ എന്തിനാ വിളിക്കുന്നേ? ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. നീ എന്തിനാ ചിരിക്കുന്നേ?
എനിക്കല്ലേ മിണ്ടായിരിക്കാനെ പറഞ്ഞേ. എടീ, എന്താ ചെയ്യുന്നേ? ഇത് എന്റെ വീടെന്നുള്ള ഓർമ്മ വേണം നിനക്ക്. നിന്നെ ഞാൻ ഇത് എന്റെ റൂമാ, എന്റെ ബെഡും. ഇതെന്താ ചെയ്യുന്നേ? വേണ്ട, നോക്ക്, നീ ആരാണെന്നുള്ള കാര്യം നീ മറക്കല്ലേ. പെണ്ണുങ്ങളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ബിൽഡപ്പ് കൊടുത്തിട്ട് പെണ്ണുങ്ങളുടെ റൂമിൽ കയറി പെണ്ണിന്റെ പുറകെ നടക്കുന്നോ? എടീ, നിനക്ക് പിന്നെ അഹങ്കാരം കൂടിയല്ലേ? നീ എന്നെ കളിയാക്കുന്നോ? നിനക്ക് കാണിച്ചു തരാടി. എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏത് ലെവൽ വരെ വേണമെങ്കിലും പോവും. ഞാൻ നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ പോകുന്നത് തന്നെയാ നല്ലത്. എന്നെ കാണാൻ ഒരു പയ്യൻ വന്നു, ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചു. ഇപ്പോഴേ ഞാൻ എൻഗേജ് ആയിട്ടുള്ള പെണ്ണാ. എടീ, മണികണ്ഠൻ ചേട്ടാ, ആ കൃഷ്ണന്റെ അമ്പലം കെട്ടിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഓ, അത് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. ഏകദേശം 100 വർഷമായി ഇവിടുത്തെ അച്ഛൻ പറയുമായിരുന്നില്ലേ? അതെയോ? അമ്മ എവിടെ മോനെ? ഇപ്പൊ വരും. എന്നോട് പൊയ്ക്കോ, വന്നോളാന്നാ പറഞ്ഞു. ശരി ശരി. ചേട്ടത്തി, ഇവിടെ ഇത്ര പേര് അവളെ നോക്കിയിരിക്കുമ്പോ അവൾ എന്താ വരാൻ താമസിക്കുന്നത്? എല്ലാവരും അവള് വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ വളരെ പതുക്കെ എൻട്രി കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ അവിടെ നിൽക്കുന്നത്. അത് ശരിയാ, ഷോ കാണിക്കാൻ ഒരു അവസരം നോക്കിയിരിക്കും അവള്. കള്ളം മുതുക്കി. അമ്മേ, അവളെ വിളിക്കമ്മേ. അമ്മോ, അമ്മോ, വിടല്ലേ, ഞാൻ താഴെ വീഴും. എങ്ങാനും വീട് കഴിഞ്ഞാൽ എനിക്ക് പയ്യന്റെ വീട്ടുകാരുടെ മുമ്പിലേക്ക് ചെല്ലാനുള്ളതാ, അത് മറക്കല്ലേ. എടോ, തനിക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? പറഞ്ഞു തീരുന്നതിന് മുമ്പേ താഴെ കിട്ടില്ല. നീ ചത്തുപോയിരുന്നെങ്കിൽ അത്രയും സൗകര്യം കിട്ടിയനെ. എന്നെ കൊന്നിട്ട് ജയിലിലേക്ക് പോകാനുള്ള പരിപാടിയാണല്ലേ നിനക്ക്? നീ അവളെ കൊള്ളാലോ. ഞാൻ പോവടി, നിനക്കെന്താ? നിനക്കിപ്പോ എന്താ? പോകാലോ. കല്യാണം കഴിച്ചിട്ടുമില്ല, കുട്ടികളുമില്ല. എന്നാ എനിക്ക് അങ്ങനെയല്ലല്ലോ. എന്റെ സ്വപ്നങ്ങളുടെ തുടക്കമൊക്കെയല്ലേ ഇന്ന് കണ്ടത്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ചാകാൻ എനിക്ക് ഒരാഗ്രഹവും ഇല്ല. കറക്റ്റാ. നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് അത് തന്നെയാ നല്ലത്. നീയൊക്കെ കാരണമാടി സൊസൈറ്റി ഇങ്ങനെ ആയത്. ചെല്ല്, അവിടെ ഒരു പൊട്ടം വന്നിട്ടില്ലേ, അവരുടെ മുന്നിൽ പോയി കൊഞ്ചി കൊഴിഞ്ഞ് നിക്ക്. ഹലോ, എന്താ നീ പറയുന്നേ? പിന്നെ എന്താ പറയണ്ടേ? അവൻ ഡാൻസ് അറിയോന്ന് ചോദിക്കും, പാട്ട് പാടാൻ അറിയോന്ന് ചോദിക്കും, വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അവസാനം കല്യാണം കഴിയുമ്പോ ഇതെല്ലാം കുഴിച്ചു മൂടേണ്ടി വരും. എന്താ പറ്റിയത് നിനക്ക്? നീ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഏയ്, വല്ലത് അഭിനയിക്കല്ലേ? അല്ലെങ്കിലും ഡ്രാമ കളിക്കാൻ നീ മിടുക്കിയല്ലേ? എപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഇന്നെന്റെ ഡ്രാമ കാണാൻ കുറെ പൊട്ടന്മാരും വന്നിട്ടുണ്ട്. പോയി നിന്ന് കൊടുക്ക്. അവൻ ഏതോ ഒരുത്തൻ നിന്നെ ഇപ്പൊ വന്ന് കണ്ടു. ഇനി രണ്ടാളും പോയി സംസാരിക്കേ. എന്നിട്ടെന്താ, വീട്ടുകാരെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരൊറ്റ ദിവസത്തെ കുറച്ചു നേരത്തെ സംസാരത്തിലൂടെ പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരും അങ്ങോട്ട് ഓക്കെ പറയും. വാട്ട് എ പതറ്റിക് സിറ്റുവേഷൻ. ഒരു ദിവസം കൊണ്ട് എങ്ങനെയാടി ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഞാൻ ഇനി നിന്നോട് മിണ്ടില്ല. പോയി കല്യാണം കഴിക്കേ. പോടി മരക്കഴുതെ പോയി കെട്ട നോക്ക്.